ദിനവൃത്താന്തം ആമുഖം. സാമുവേൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1 മുതൽ 2 വരെ അധ്യായങ്ങൾ. ദിനവൃത്താന്തങ്ങൾ പ്രതിപാദിക്കുന്നു സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം. ഗ്രീക്ക്, ലത്തീൻ പരിഭാഷകളിൽ പാരലിപ്പോനെ വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥത്തിന് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ സാമുവേൽ രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളും അവരുടെ വസ്തുനിഷ്ഠമായ ആവർത്തനവും അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നു ഭവിച്ചു. ജനത്തിൻ്റെ അവിശ്വസ്തയ്ക്ക് ആയിരുന്നു ഇതിൻ്റെ കാരണം. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു. ദാവീദ്, സോളമൻ, യഹോഷാത്ത്, ഹെസക്കിയ, ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. രാഷ്ട്രീയമായി പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലാതിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം, ദേവാലയം, ആരാധനാവിധി എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിന് ശേഷമുള്ള കാലം. യൂദാ ഗോത്രം, ദാവീദിൻ്റെ വംശം, ലേവ്യർ, ജെറുസലേം നാശം, ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഒരു ലേവ്യനായിരിക്കാനാണ് സാധ്യത. BC 400 ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. ദിനവൃത്താന്തം. വംശവലിപ്പട്ടിക: യൂദാഗോത്രം, ദാവീദിൻ്റെ കൂട്ടം, ലേവ്യർ, ജെറുസലേം നിവാസികൾ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന. സാവൂളിൻ്റെ അവസാനം, ദാവീദിൻ്റെ ഭരണം, നാഥാൻ്റെ പ്രവചനം, ദാവീദിൻ്റെ മതപരമായ പ്രവർത്തനങ്ങൾ, ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ. 2 ദിനവൃത്താന്തം. സോളമൻ്റെ ഭരണം, ദേവാലയ നിർമ്മാണം, പ്രതിഷ്ഠാസമയത്ത് സോളമൻ്റെ പ്രാർത്ഥന, ദൈവത്തിൽ നിന്നുള്ള പ്രത്യുത്തരം. ഉത്തരഗോത്രത്തിൽ വേർപിക്കപ്പെടുന്നു. യൂദാ രാജാക്കന്മാർ, ദാവീദിൻ്റെ മാതൃക, ഉടമ്പടിയുമായുള്ള വിശ്വസ്തത എന്നിവ മാനദണ്ഡമാക്കി കരിച്ചുള്ള രാജ്യഭരണം നിലനിർത്തുന്നു. ജെറുസലേമിൻ്റെ പതനം. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.